കമ്മീഷൻ റിപ്പോർട്ടിൽ കോടതിക്ക് ഇടപെടാനാവില്ലെന്ന് സർക്കാർ ഹൈക്കോടതിയിൽ. റിപ്പോർട്ട് നിയമസഭയുടെ സ്വത്താണ്. നിയമസഭയുടെ അധികാരങ്ങളിൽ ഇടപെടാൻ കോടതിക്ക് കഴിയില്ല. കമ്മീഷന്റെ നടപടിക്രമങ്ങളിൽ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലേ ഇടപെടാനാകൂ എന്നും സർക്കാർ നിലപാട് അറിയിച്ചു. വിവരങ്ങളുമായി ശ്യാം ദേവരാജ് ചേരുന്നു. ശ്യാം, എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? സോളാർ ജുഡീഷ്യൽ അന്വേഷണ കമ്മീഷന്റെ റിപ്പോർട്ട് റദ്ദാക്കണമെന്നും തുടർ നടപടികൾ തടയണമെന്നും ആവശ്യപ്പെട്ട് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി നൽകിയ ഹർജിയിലാണ് സർക്കാർ ഏറ്റവും സുപ്രധാനമായ നിലപാട് അറിയിച്ചത്. സോളാർ കമ്മീഷന്റെ റിപ്പോർട്ടിൽ കോടതിക്ക് ഇടപെടാനാവില്ല എന്നാണ് സർക്കാരിന്റെ വാദത്തിനിടെ സ്വീകരിച്ച നിലപാട്. റിപ്പോർട്ട് നിയമസഭയുടെ സ്വത്താണ്. അതായത് സോളാർ ജുഡീഷ്യൽ അന്വേഷണ കമ്മീഷന്റെ റിപ്പോർട്ട് നിയമസഭയുടെ മുന്നിലാണ് വയ്ക്കുന്നത്. അത് നിയമസഭയുടെ സ്വത്താണ്. എന്ത് നടപടികൾ സ്വീകരിക്കണമെന്ന് നിയമസഭയാണ് തീരുമാനിക്കുന്നതും. നിയമസഭയുടെ അധികാരങ്ങളിൽ ഇടപെടാൻ കോടതിക്ക് കഴിയില്ല. കമ്മീഷന്റെ നടപടിക്രമങ്ങളിൽ എന്തെങ്കിലും വീഴ്ചയുണ്ടെങ്കിൽ അത്തരമൊരു വീഴ്ചയുണ്ടെങ്കിൽ മാത്രമേ ഇടപെടാനാകൂ എന്നുമാണ് സർക്കാർ സ്വീകരിച്ച നിലപാട്. ഇതിന്റെ ഉള്ളടക്കത്തിൽ കമ്മീഷന്റെ റിപ്പോർട്ടിന്റെ ഉള്ളടക്കം എന്ത് തന്നെയായാലും അതിന്മേൽ തീരുമാനമെടുക്കേണ്ടത് നിയമസഭയാണ്. അക്കാര്യത്തിൽ ഇടപെടാൻ കോടതിക്ക് കഴിയില്ല എന്നുമാണ് സർക്കാർ വ്യക്തമാക്കിയത്. നേരത്തെ ഉച്ചയ്ക്ക് സർക്കാരിന്റെ വാദം കേൾക്കുമ്പോൾ സർക്കാരിന് വിമർശനം എന്ന നിലയിൽ കോടതി ചില ചോദ്യങ്ങൾ ചോദിച്ചിരുന്നു. ശിവരാജൻ കമ്മീഷൻ സരിത എസ് നായരുടെ വിവാദ കത്ത് റിപ്പോർട്ടിൽ എങ്ങനെ ഉൾപ്പെട്ടു എന്ന് ചോദിച്ചു. കാരണം ഇത് പരിഗണനാ വിഷയങ്ങളിൽ ഇത്തരം ഒരു കാര്യം ഇല്ലായിരുന്നല്ലോ എന്ന കാര്യമാണ് ഹൈക്കോടതി ചോദിച്ചത്. കമ്മീഷൻ റിപ്പോർട്ടിനെ ചോദ്യം ചെയ്ത് ഉമ്മൻചാണ്ടിയും തിരുവഞ്ചൂർ രാധാകൃഷ്ണനും ഉൾപ്പെടെയുള്ളവർ നൽകിയ ഹർജിയിലാണ് ഹൈക്കോടതി ഇത്തരമൊരു ചോദ്യം ചോദിച്ചത്. എന്നാൽ സഭയ്ക്കകത്തും പുറത്തും ഉയർന്ന എല്ലാ ആരോപണങ്ങളും ഇതിന്റെ പരിധിയിൽ വരും. അതിലൊന്നാണ് സരിതയുടെ കത്ത് എന്നുമാണ് സർക്കാർ സ്വീകരിച്ച നിലപാട്. ഇക്കാര്യത്തിൽ സർക്കാരിന്റെ വാദം ഇന്ന് പൂർത്തിയായി. ഇനി 7-ന് സർക്കാരിന്റെ വാദം കേൾക്കും. എന്നാൽ അതിന് തൊട്ട് ദിവസം അടുത്ത മാസം 6-ന് ഏപ്രിൽ 6-ന് 1:45-ന് ഇനി ഹർജി പരിഗണിക്കും. ഹർജി പരിഗണിക്കുമ്പോൾ ഈ ഹർജിയിൽ കക്ഷി ചേർന്ന മറ്റുള്ളവരുടെ വാദമായിരിക്കും കേൾക്കുക. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഒപ്പം അഖിലേന്ത്യാ ലോയേഴ്സ് യൂണിയൻ ഉൾപ്പെടെയുള്ള കക്ഷികളുടെ വാദമായിരിക്കും അന്ന് കേൾക്കുക. 1:45-ന് ഏപ്രിൽ 6-ന് 1:45-നായിരിക്കും കേൾക്കുക. ഏപ്രിൽ 7-ന് സർക്കാർ വാദവും ഒപ്പം ഉമ്മൻചാണ്ടിയുടെ അഭിഭാഷകന്റെ മറുപടി വാദവും കേൾക്കും. എന്തായാലും ഇന്ന് പ്രത്യേക നടപടിക്രമങ്ങൾ സാധാരണ ഇന്ന് ശനിയാഴ്ച ദിവസങ്ങളിൽ ഹൈക്കോടതി ചേരാറില്ല. എന്നാൽ പ്രത്യേക വാദമാണ് ഇന്ന് ഹൈക്കോടതിയിൽ നടന്നതും. ഹൈക്കോടതിയിൽ ഈ വാദത്തിനിടെയാണ് സോളാർ കമ്മീഷന്റെ പരിഗണനാ വിഷയങ്ങൾ സംബന്ധിച്ച് ഹൈക്കോടതി ചോദ്യമുന്നയിച്ചതും സർക്കാർ നിലപാട് വ്യക്തമാക്കിയതും. ശ്യാം ദേവരാജാണ് വിവരങ്ങൾ.